ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡെമോ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ എങ്ങനെ സിമ്പിളായി NVDA അപ്ഡേറ്റ് ചെയ്യാം എന്ന് നാം മനസ്സിലാക്കി. ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ NVDA അപ്ഡേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഡെമോ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് NVDA അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇൻകമ്പാറ്റബിളായി ഡിസേബിളായി പോകുന്ന ആഡ് ഓൺസ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ്. എങ്ങനെയാണ് ആഡ് ഓൺസ് എക്സ്റ്റെൻഡ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയി നമുക്ക് ഈ പ്രൊസീജിയർ പരിചയപ്പെടാം. ആമുഖം അധികം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഡെമോ ചെയ്യുന്നത് IBM TTS എന്ന ആഡ് ഓൺ NVDA 24.1 ഇതുമായി ഒട്ടും കോമ്പാറ്റബിൾ അല്ല, ഡിസേബിൾഡ് ആണ്. ഈ ആഡ് ഓൺ എങ്ങനെ റീ എനേബിൾ ചെയ്യാം എന്നാണ്. ഏതൊരു ആഡ് ഓണിനും ഞാൻ ഈ പറയുന്ന സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതിയാകും. ഒരു സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ഡെമോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. ആഡ് ഓൺസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്റ്റെപ്സ് മനസ്സിലാക്കുന്നതിന് മുൻപ് നിലവിലുള്ള ഈ ആഡ് ഓണിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനായി NVDA മെനു ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് Insert+N for NVDA. ശേഷം ടൂൾസ് സബ് മെനുവിലേക്ക് പോകുന്നതിനായി ഇംഗ്ലീഷ് ആൽഫബറ്റ് T പ്രസ് ചെയ്യുന്നു. T ഫോർ ടൂൾസ്. ടൂൾസ് സബ് മെനു ഓപ്പൺ ആയി. ഇനി ആഡ് ഓൺസ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി ആഡ് ഓൺസ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അതിനായി ഇംഗ്ലീഷ് ആൽഫബറ്റ് A പ്രസ് ചെയ്യുന്നു. A ഫോർ ആപ്പിൾ. നിലവിൽ ആഡ് ഓൺ സ്റ്റോർ ഓപ്പൺ ആയി. ഇതൊരു ലിസ്റ്റാണ്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് IBM TTS ആണ്. ഞാൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് I പ്രസ് ചെയ്യുന്നു. I ഫോർ ഇന്ത്യ. IBM TTS packaged with libraries. Status disabled, incompatible, installed version v23.02.1. IBM TTS എന്ന ഈ ആഡ് ഓൺ നിലവിൽ ഇൻകമ്പാറ്റബിൾ ആണ്. ഈ ആഡ് ഓൺ ആണ് ഇന്ന് ഞാൻ റീ എനേബിൾ ചെയ്യാൻ പോകുന്നത്. ശേഷം ആഡ് ഓൺ സ്റ്റോർ ക്ലോസ് ചെയ്യുന്നു. Alt+F4. നമ്മൾ എപ്പോഴെങ്കിലും ആഡ് ഓൺ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് NVDA റീസ്റ്റാർട്ട് ചെയ്യണോ എന്ന ഒരു ചോദ്യം ചോദിക്കും. ആഡ് ഓൺസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ NVDA റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ആ ചേഞ്ചസ് അപ്ലൈ ചെയ്യപ്പെടുള്ളൂ. ഞാനിവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ജസ്റ്റ് ഈ ലിസ്റ്റിലുള്ള ഒരു ആഡ് ഓണിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് റീസ്റ്റാർട്ട് നോ കൊടുക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ യെസ് കൊടുത്ത് റീസ്റ്റാർട്ട് കൊടുക്കുക. ഞാനിവിടെ Alt+4 പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാണ്. ആഡ് ഓൺ സ്റ്റോർ ക്ലോസ് ചെയ്തു. ഇനി എങ്ങനെ IBM TTS റീ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. ഈ പറയുന്ന സ്റ്റെപ്സ് തന്നെയാണ് എല്ലാ ആഡ് ഓൺസിനും ഉള്ളത്. ആഡ് ഓൺ ഏതാണോ അതിൻ്റെ പേരിൽ മാത്രം വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു സ്റ്റെപ്പ് മാത്രമാണ് ചേഞ്ച് വരുന്നുള്ളൂ. അത് നമുക്ക് അതാത് സമയത്ത് മനസ്സിലാക്കാം. സ്റ്റെപ്പ് 1, ഓപ്പൺ റൺ ഡയലോഗ് ബോക്സ് by pressing Windows logo key +R for run. സ്റ്റെപ്പ് 2, റൺ ഡയലോഗ് ഓപ്പൺ ആയി വന്ന ശേഷം ഇവിടെ ആപ്പ് ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്യുക. APPDATA ആൽഫ പപ്പ പപ്പ ഡെൽറ്റ ആൽഫ ടാങ്കോ ആൽഫ. ശേഷം എൻ്റർ ചെയ്യുന്നു. ഇങ്ങനെ ആപ്പ് ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതോടെ നമ്മുടെ ഫോക്കസ് C ഡ്രൈവിനുള്ളിൽ യൂസേഴ്സ് ഫോൾഡറിനുള്ളിലുള്ള ആപ്പ് ഡാറ്റ എന്ന സബ് ഫോൾഡറിലേക്ക് എത്തിച്ചേരും. സ്റ്റെപ്പ് 3, ഈ ആപ്പ് ഡാറ്റ ഫോൾഡറിനുള്ളിലുള്ള റോമിംഗ് എന്ന ഫോൾഡർ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. ഇതിനായി ഒന്നെങ്കിൽ നമുക്ക് ആരോ കീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഹോം കീ എൻഡ് കീ ഉപയോഗിക്കാം. എൻഡ് കീ ഉപയോഗിച്ചാൽ ഏറ്റവും ബോട്ടം ഉള്ള റോമിങ്ങിലേക്ക് എത്താൻ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ നാവിഗേറ്റ് ചെയ്യാം. ഞാനിവിടെ എൻഡ് കീ ഉപയോഗിക്കുന്നു. ഇതാണ് ഫോൾഡർ റോമിംഗ്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഈ റോമിംഗ് ഫോൾഡറിനുള്ളിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെയൊക്കെ ഫോൾഡർ കാണാം. ഇവിടെ നിന്ന് NVDA ഫോൾഡർ കണ്ടെത്തണം. ഇതിനായി ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കലായിരിക്കും എളുപ്പം, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ. സോ ഞാനിവിടെ N പ്രസ് ചെയ്യുന്നു. N ഫോർ NVDA. ശേഷം ഇവിടെ എൻ്റർ ചെയ്യുന്നു. ശേഷം NVDA ഫോൾഡറിനുള്ളിലുള്ള ഫസ്റ്റ് ഫോൾഡറായ ആഡ് ഓൺസ് കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. ഈ ആഡ് ഓൺസ് ഫോൾഡറിനുള്ളിലാണ് നമ്മൾ NVDAയുടെ കൂടെ ഉപയോഗിക്കുന്ന എല്ലാ ആഡ് ഓണുകളുമായി ബന്ധപ്പെട്ട സബ് ഫോൾഡേഴ്സ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ വ്യത്യാസം വരുന്നത്. ഏത് ആഡ് ഓൺ ആണോ നമുക്ക് റീ എനേബിൾ ചെയ്യേണ്ടത്, ആ ആഡ് ഓണുമായി ബന്ധപ്പെട്ട ഫോൾഡർ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യണം. ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന IBM TTSൽ നിന്ന് മറ്റ് ആഡ് ഓണുകൾ റീ എനേബിൾ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ വാട്സപ്പ് പ്ലസ് എന്ന ആഡ് ഓൺ ആണ് റീ എനേബിൾ ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പ് പ്ലസുമായിട്ട് ബന്ധപ്പെട്ട ഫോൾഡർ കണ്ടെത്തണം. റിമോട്ട് സപ്പോർട്ട് എന്ന ആഡ് ഓൺ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൾഡർ കണ്ടെത്തണം. IBM TTS ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോൾഡർ കണ്ടെത്തണം. ഈ എല്ലാ ആഡ് ഓണുകളുടെയും പേരിലായിരിക്കും ഈ ഫോൾഡർ ഈ ലിസ്റ്റിൽ ഉണ്ടാവുക. ഈ ഒരൊറ്റ സ്റ്റെപ്പ്, സിമ്പിൾ സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആഡ് ഓൺസ് ഫോൾഡറിലാണുള്ളത്. ഇവിടെ നിന്ന് IBM TTS ആണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കുന്നു എളുപ്പത്തിന് വേണ്ടി. I for India, IBM TTS IBHP 70 of 57. IBM TTS ഫോൾഡർ ഫോക്കസ് എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. Items view list. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഫോൾഡറിനുള്ളിലുള്ള manifest.config എന്ന ഒരു ഫയൽ കാണാം. പ്രസ് ചെയ്താൽ മതിയാകും. എല്ലാ ആഡ് ഓണുകൾക്കും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. manifest.config എന്ന ഫയൽ ഫോക്കസ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുന്നു. Manifest cut T control plus X 1 of 5. മാനിഫെസ്റ്റ് ഫയൽ ഫോക്കസ് ചെയ്തു ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഓപ്പൺ വിത്ത് സബ് മെനു കണ്ടെത്തി അവിടെ നോട്ട് പാഡ് എൻ്റർ ചെയ്യുന്നു. Rename share delete the pop-up window open O and open with collapsed H2 of 9. Pop-up window menu. Choose another notepad 1 of 3. Items view list. Manifest item 8. Manifest notepad. Text editor document name equals IBM TTS IBHP. നിലവിൽ IBM TTSന്റെ manifest.config എന്ന ഫയൽ നോട്ട് പാഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ മാനിഫെസ്റ്റ് ഫയലിലുള്ള ബോട്ടം ഭാഗത്തെ ലാസ്റ്റ് ടെസ്റ്റഡ് NVIDIA വേർഷൻ എന്ന ആ ലൈനിലെ വേർഷൻ നമ്പർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇതാണ് ആഡ് ഓൺസ് റീ എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ആകെ വരുത്തുന്ന മാറ്റം. ഈ മാനിഫെസ്റ്റ് ഫയലിലുള്ളത് നോക്കാം. കൺട്രോൾ എൻഡ് പ്രസ് ചെയ്ത ശേഷം താഴെ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ലൈനാണ് ലാസ്റ്റ് ടെസ്റ്റഡ് NVIDIA വേർഷൻ. നോക്കാം ഏതാണെന്ന്. Blank. Update last tested NVIDIA version equals 2023.1.0. ലാസ്റ്റ് ടെസ്റ്റഡ് NVIDIA വേർഷൻ ഇപ്പോൾ നിലവിലുള്ളത് 23.1.0 എന്ന നമ്പറാണ്. ഇത് നമ്മൾ മാറ്റി ലേറ്റസ്റ്റ് NVIDIA വന്നിട്ടുള്ളത് 2024.1 എന്ന വേർഷൻ നമ്പറാണ്. ഈ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതായത് 2023.1.0 എന്നുള്ളത് മാറ്റി 2024.1 എന്നാക്കുന്നു. ഈ ഒരു ഡിജിറ്റ് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ ഈ ലൈനിലുള്ള 23.1.0 എന്ന ഡിജിറ്റ് മാറ്റി 2024.1 എന്നാക്കുകയാണ്. ഇതിനായി കഴ്സർ ഈ ലൈനിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയ ശേഷം ആ നമ്പർ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നു. 2023. ഈ 2023യുടെ 3 മാറ്റി 4 ആക്കിയാൽ മതിയാകും. ഞാനിവിടെ 4 ആക്കാണ്. 2, 3.4. പിന്നെ ഇവിടെ വരുന്നൊരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് 1.0 എന്നുണ്ട്. നമുക്ക് ആ 0.0 വേണ്ട, 2024.1 മാത്രം മതി. ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ ആവില്ല. പുതിയ NVIDIAയുടെ വേർഷൻ നമ്പർ ആദ്യം നോക്കുക. ഇതിനായി NVIDIA മെനുവിലെ ഹെൽപ്പ് സബ് മെനുവിൽ എബൌട്ട് നോക്കിയാൽ മതിയാവും. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ നമ്പർ നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ നിലവിലുള്ള വേർഷൻ 2024.1 ആണ്. 1.0 ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 0.0 ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഡിജിറ്റ്സ് ചേഞ്ച് ചെയ്തു. നിലവിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ടെസ്റ്റഡ് NVIDIA വേർഷൻ. അങ്ങനെ ആവശ്യമായ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി ഈ കോൺഫിഗ് ഫയൽ സേവ് ചെയ്യണം. ഇതിനായി കൺട്രോൾ S പ്രസ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ അലേർട്ടും വരില്ല. കാരണം ഇത് ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള ഫയലാണ്. ഈ ഫയലിൽ നമ്മൾ ചെറിയൊരു തിരുത്തൽ മാത്രമേ വരുത്തുന്നുള്ളൂ. ഞാനിവിടെ കൺട്രോൾ S പ്രസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് യാതൊരുവിധ അനൗൺസ്മെൻറ്റോ അലേർട്ടോ വരില്ല. ശേഷം Alt F4 ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്ത ശേഷം NVIDIA ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശേഷം Alt Control N പ്രസ് ചെയ്തുകൊണ്ട് N for NVIDIA റീസ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വരുത്തിയിട്ടുള്ള ചേഞ്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
Desktop list. അങ്ങനെ NVIDIA റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ആഡ് ഓൺ സ്റ്റോർ തുറന്ന് IBM TTS എന്ന ആഡ് ഓണിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായി NVIDIA മെനു ഓപ്പൺ ചെയ്യുന്നു. NVIDIA menu. ശേഷം ടൂൾസ് സബ് മെനു ബൈ പ്രസിംഗ് T. View on L. ശേഷം ആഡ് ഓൺസ് സ്റ്റോർ ബൈ പ്രസിംഗ് A. Add-on store. 10 gig application. ശേഷം IBM TTS I for India. IBM TTS packaged with libraries. Status enabled. Installed version v23.02.1. നിലവിൽ IBM TTS എനേബിൾഡ് ആണ്. ഇൻകമ്പാറ്റബിൾ ഡയലോഗ് ഒന്നും പറയുന്നില്ല, വേർഷൻ നമ്പർ പറയുന്നു. ഈ ആഡ് ഓൺ സ്റ്റോർ ക്ലോസ് ചെയ്ത ശേഷം IBM TTSയിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ആഡ് ഓൺ സ്റ്റോർ ഞാൻ ക്ലോസ് ചെയ്യാണ് ബൈ പ്രസിംഗ് Alt F4. Start NVIDIA no button Alt plus N. Desktop. ശേഷം ഇൻസേർട്ട് കൺട്രോൾ S പ്രസ് ചെയ്ത് സെലക്ട് സിന്തസൈസർ ഡയലോഗ് ബോക്സിൽ നിന്ന് IBM TTS സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. IBM TTS പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. Select synthesizer dialog. IBM TTS. Desktop list my screen recorder Pro 5 64. പെർഫെക്റ്റ്ലി IBM TTS വർക്കിംഗ് ആണ്. ഇൻകോമ്പാറ്റബിൾ ആയിരുന്ന ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്ന IBM TTS എന്ന ആഡ് ഓൺ നമ്മൾ റീ എനേബിൾ ചെയ്തു. ഇത്തരത്തിൽ ഏതൊരു ആഡ് ഓണും പുതിയ അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റെപ്സ് ഒരിക്കൽ കൂടി പറയുന്നു. 1. ഓപ്പൺ റൺ ഡയലോഗ് ബൈ പ്രസിംഗ് Windows plus R for run. Step 2. ടൈപ്പ് ആപ്പ് ഡാറ്റ APPDATA. പ്രസ് എൻ്റർ. സ്റ്റെപ്പ് 3. റോമിംഗ് ഫോൾഡർ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. സ്റ്റെപ്പ് 4. റോമിംഗ് ഫോൾഡറിനുള്ളിൽ NVIDIA ഫോൾഡർ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. സ്റ്റെപ്പ് 5. NVIDIA ഫോൾഡറിനുള്ളിലെ ഒന്നാമത്തെ ഫോൾഡറായിട്ടുള്ള ആഡ് ഓൺസ് ഫോൾഡർ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. സ്റ്റെപ്പ് 6. ഏത് ആഡ് ഓൺ ആണോ നമുക്ക് റീ എനേബിൾ ചെയ്യേണ്ടത് ആ ആഡ് ഓണുമായി ബന്ധപ്പെട്ട ഫോൾഡർ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ IBM TTS. സ്റ്റെപ്പ് 7. ഏത് ആഡ് ഓൺ ആയാലും ആ ഫോൾഡറിനുള്ളിലെ manifest.config എന്ന ഫയൽ കണ്ടെത്തി ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുന്നു. സ്റ്റെപ്പ് 8. ഈ മാനിഫെസ്റ്റ് ഫയലിനുള്ളിലുള്ള സെക്കൻഡ് ലാസ്റ്റ് ലൈൻ അഥവാ താഴെ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ അവിടെ ലാസ്റ്റ് ടെസ്റ്റഡ് NVIDIA വേർഷൻ ആ നമ്പർ മാത്രം ചേഞ്ച് ചെയ്യുന്നു. നിലവിലെ NVIDIAയുടെ വേർഷൻ നമ്പർ ഏതാണോ അതവിടെ ടൈപ്പ് ചെയ്യുന്നു. ദെൻ കൺട്രോൾ S പ്രസ് ചെയ്ത് മാനിഫെസ്റ്റ് ഫയൽ സേവ് ചെയ്യുന്നു. എല്ലാം ക്ലോസ് ചെയ്യുന്നു. NVIDIA റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒന്നെങ്കിൽ ആഡ് ഓൺ ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ ആഡ് ഓൺ സ്റ്റോറിൽ പോയി നമുക്ക് ആഡ് ഓണിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.